ഇന്നത്തെ നമ്മുടെ യാത്ര മൂന്നാറിലേക്കാട്ടോ. അപ്പൊ മൂന്നാർ യാത്രയുടെ 3 ഭാഗങ്ങൾ ഇതിനു മുൻപ് വീഡിയോ ആയിട്ട് ഇട്ടിരുന്നു. മൂന്നാർ ടീ മ്യൂസിയവും ലക്കം വാട്ടർഫോളും അതുപോലെ തന്നെ മൂന്നാർ മറയൂർ യാത്രയുടെ വിശേഷങ്ങളെല്ലാം ഇതിനു മുൻപ് വീഡിയോ ആയിട്ട് ഇട്ടിരുന്നു. അപ്പോൾ കാണാത്തവര് എന്തായാലും ആ വീഡിയോസ് കണ്ടു നോക്കണേ. ഞാൻ അതിൻ്റെ ലിങ്ക് ഇതിന് മുകളിൽ കൊടുത്തിരിക്കാം. അപ്പോൾ നമുക്ക് മൂന്നാർ യാത്രയുടെ ബാക്കി വിശേഷങ്ങൾ ഈ വീഡിയോയിലൂടെ കണ്ടാലോ. അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മൂന്നാർ യാത്രയുടെ ഡീറ്റെയിൽസ് എല്ലാം ഇതിനു മുൻപുള്ള 3 വീഡിയോയിലും ഞാൻ പറഞ്ഞിരുന്നു. KSRTCയുടെ സൈറ്റ് സീയിങ് സഫാരി പാക്കേജ് വഴി 1 ഡേ ട്രിപ്പായിട്ട് മൂന്നാർ എക്സ്പ്ലോർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ബെസ്റ്റ് ഓപ്ഷനാണ്. അപ്പോൾ ഒരാൾക്ക് വരുന്ന ചാർജ് 300 രൂപയാണ്. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് ഈ ഒരു KSRTCയുടെ സൈറ്റ് സീയിങ് സഫാരി നടക്കുന്നത്. അപ്പോൾ മൂന്നാറിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെല്ലാം നമ്മളെ കൊണ്ടുപോയി കാണിക്കും. അപ്പോൾ 1 ഡേ ട്രിപ്പായിട്ട് മൂന്നാർ ഫുൾ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷനാണിത്. അപ്പോൾ ഇതുകൂടാതെ ലോക്കലായിട്ടുള്ള ഓട്ടോ ടാക്സികളെല്ലാം ഇതുപോലെ സൈറ്റ് സീയിങ് സഫാരി നടത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് മൂന്നാർ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാവുന്നതാണ്. അപ്പോൾ രാവിലെ 9 മണിക്ക് മുൻപായിട്ട് മൂന്നാർ KSRTC സ്റ്റാൻഡിൽ എത്തുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു സൈറ്റ് സീയിങ് സഫാരി പാക്കേജിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ട്രാവൽ ചെയ്യാം. അല്ലെങ്കിൽ അഡ്വാൻസ് ആയിട്ട് ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്ന റൂട്ട് മൂന്നാറിൽ നിന്നും മൂന്നാർ കാന്തല്ലൂർ പോകുന്ന റൂട്ടിലാട്ടോ. അപ്പോൾ മൂന്നാർ മറയൂർ റൂട്ടിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഈ ഒരു മൂന്നാർ മറയൂർ റൂട്ടിൽ സഞ്ചരിക്കുമ്പോൾ നമ്മൾ കാണുന്ന ഫസ്റ്റ് വ്യൂ പോയിന്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഈ ഒരു തേയിലത്തോട്ടങ്ങൾ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈ മനോഹരമായ തേയിലത്തോട്ടങ്ങൾക്ക് നടുവിൽ നിന്ന് ഫോട്ടോസ് എടുക്കാം, വീഡിയോസ് എടുക്കാം. അപ്പോൾ അതിന് പറ്റിയ കുറേ വ്യൂ പോയിൻറ്റ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ആ ഒരു യാത്രയിൽ നമുക്ക് ഇറങ്ങി വേണമെങ്കിൽ അവിടെ നിന്നൊക്കെ ഫോട്ടോസ് എടുക്കാം. അപ്പോൾ ഈ ഒരു തേയിലത്തോട്ടങ്ങൾക്ക് സമീപത്തായിട്ട് ഇതുപോലെ ചെറിയ അരുവികളും ഉണ്ട്, ചെറിയ ചെറിയ കുഞ്ഞു വെള്ളച്ചാട്ടങ്ങളും ഉണ്ട് കേട്ടോ. വെള്ളച്ചാട്ടം വലിയ വെള്ളച്ചാട്ടമല്ല, ചെറിയ ചെറിയ അരുവി പോലത്തെ വെള്ളച്ചാട്ടങ്ങളെല്ലാം നമുക്ക് കാണാനാവും. പിന്നെ ക്ലൈമറ്റ് ഒരു രക്ഷയില്ലാത്ത ക്ലൈമറ്റാണ്. ഫുൾ ആ ഒരു മഞ്ഞ് വിരിച്ച് നിൽക്കുന്ന ഒരു ക്ലൈമറ്റാണ്. അപ്പോൾ വളരെ മനോഹരമായിട്ട് ആ ഒരു മേഘങ്ങൾ ഇതുപോലെ തേയിലത്തോട്ടത്തിൽ മുട്ടി നിൽക്കുന്ന പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അത്ര രസമുള്ളൊരു കാഴ്ചയാട്ടോ. അപ്പോൾ ഒന്നും പറയാനില്ല, അത്ര മനോഹരമാണ്. അപ്പോൾ ഇത് കണ്ടില്ലേ, മേഘങ്ങൾ തേയിലത്തോട്ടത്തിൽ വന്ന് ഇങ്ങനെ മുട്ടി നിൽക്കുന്ന ആ ഒരു ഫീലാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നല്ല രസമാണ് ഈ ഒരു തേയിലത്തോട്ടങ്ങൾ. ഇങ്ങനെ ഏക്കർ കണക്കിന് തേയിലത്തോട്ടങ്ങളിലൂടെയാണ് നമ്മൾ ഈ ഒരു യാത്ര തുടരുന്നത് കേട്ടോ. അപ്പോൾ മൂന്നാറിലേക്കുള്ള യാത്ര ചെയ്യാനുള്ള ബെസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ ആ ഒരു ഡിസംബർ ജനുവരി ടൈമാണ്. അപ്പോഴാണ് ആ ഒരു കോടമഞ്ഞും ആ ഒരു തേയിലത്തോട്ടങ്ങളുടെ ഭംഗിയും ആ ഒരു ക്ലൈമറ്റ് കറക്റ്റായിട്ട് ആ ഒരു തണുപ്പും എല്ലാം ആസ്വദിച്ചുകൊണ്ട് നമുക്കൊരു യാത്ര ചെയ്യാനാവും. അപ്പോൾ മൂന്നാർ ഒക്കെ യാത്ര പോകുമ്പോൾ എപ്പോഴും ആ ഒരു ഡിസംബർ ജനുവരി ആ ഒരു ടൈമൊക്കെ ചൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ നമുക്ക് ആ ഒരു തണുപ്പും എല്ലാം നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ നല്ലൊരു അടിപൊളി അനുഭവം തന്നെയായിരിക്കും ആ ഒരു യാത്ര എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പോയ ടൈമിൽ മഞ്ഞ് മാത്രമല്ല കേട്ടോ, ചെറുതായിട്ടൊരു മഴയും കൂടി കിട്ടിയായിരുന്നു. അപ്പോൾ ഭയങ്കര ഒരു തണുപ്പായിരുന്നു. ആ ഒരു മഴയും മഞ്ഞും എല്ലാം കൂടി ആയിരുന്നു. അപ്പോൾ നല്ല അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു, അതൊരു രക്ഷയില്ല.
അപ്പോൾ നമ്മൾ ഈ ഒരു തേയിലത്തോട്ടങ്ങളുടെ നടുവിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു വ്യൂ പോയിന്റിൽ നമുക്ക് ഇവിടെ ഇറങ്ങിയിട്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാം. അപ്പോൾ അതിന് കുഴപ്പമൊന്നുമില്ല, നമ്മൾ ഈ ഒരു തേയിലയൊക്കെ നശിപ്പിക്കാതൊക്കെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്താൽ മതി. അപ്പോൾ അവർ അത്രയും ഭംഗിയായിട്ടാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് ഇവിടെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ അത്ഭുതം തോന്നിയിട്ടുള്ളത് ഈ ഒരു തേയിലത്തോട്ടങ്ങളുടെ ഈ ഒരു അറേഞ്ച്മെൻ്റ് ആണ്. ഈ ഒരു കറക്റ്റ് ആ ഒരു ലെവലിൽ അവർ കട്ട് ചെയ്ത് അത് പരിപാലിക്കുന്നത് കാണാൻ തന്നെ വളരെ ഭംഗിയാണ്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.